ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. അദാനി വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായി. തുടർച്ചയായ രണ്ടാം ദിനത്തിലും പ്രതിഷേധ കൊടുങ്കാറ്റിൽ സഭ സ്തംഭിച്ചു. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം അദാനിയുടെ വാദത്തിൽ മറയ്ക്കാനാണ് മോദി സർക്കാരിൻ്റെ ശ്രമം. കൈക്കൂലിക്കുറ്റം US കോടതിയിലെത്തിയ കുറ്റപത്രത്തിൽ പറയുന്നില്ലെന്ന സാങ്കേതികവാദമാണ് അദാനി ഗ്രൂപ്പ് ഉന്നയിച്ചത്. അദാനി വിഷയത്തിന് പുറമെ മണിപ്പൂർ സംഭൽ വിഷയങ്ങളും സഭയെ പ്രക്ഷുബ്ധമാക്കി. വയനാട് അവഗണനയ്ക്ക് പുറമെ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവിയുമായി ബന്ധപ്പെട്ട POC പദവിയിൽ ഏകീകൃത സമീപനം സ്വീകരിക്കണമെന്ന ആവശ്യത്തോടും കേന്ദ്രം സ്വീകരിച്ചത് വിചിത്ര സമീപനമാണ്. ക്രൂരതയും അവഗണനയും പക്ഷപാതവും കെടുകാര്യസ്ഥതയുമായി അരങ്ങു തകർക്കുന്ന മോദിക്ക് കൂച്ചുവിലങ്ങിടാൻ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് എങ്ങനെയൊക്കെയാണ് ഇനി രാജ്യത്ത് വികസിക്കേണ്ടത്? പാർലമെൻറ്റിലെ പ്രതിഷേധങ്ങൾ അതിന് നാന്ദിയാവുകയാണോ, ചുണ്ടുപലകയാവുകയാണോ എന്നൊക്കെയാണ് നാം പരിശോധിക്കുന്നത്. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ CPIM മുതിർന്ന നേതാവ് VPP മുസ്തഫ, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാജി ജോസഫ് എന്നിവരാണ്. BJP അംഗം ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും അവർ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു, BJP പ്രതിനിധി. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് ആദ്യം ഈ പാർലമെൻറ്റിൽ ഇന്ന് നടന്ന അതിൻ്റെ വിവരങ്ങളിലേക്കൊന്ന് പോകാം. ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് ഇരുസഭകളിലും ഇന്ന് നടന്നത്? ഏതൊക്കെ വിഷയങ്ങൾ? അദാനിയിൽ തുടങ്ങിയാൽ. അജിംഷദ്, തീർച്ചയായും ഇപ്പോൾ ഈ ശീതകാല സമ്മേളനത്തിൻ്റെ സഭാ നടപടികൾ രണ്ടാം ദിവസമായ ഇന്നും പാർലമെൻറ്റ് അദാനി വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ അദാനി വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ചകളെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസാണ് പ്രതിപക്ഷ MPമാർ നൽകിയത്. എന്നാൽ ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ ഈ അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യാനാവില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് സഭ തുടങ്ങിയപ്പോൾ തന്നെ വലിയ ബഹളത്തിൽ മുങ്ങി. പിന്നീട് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചതോടെ രാജ്യസഭയും ലോക്സഭയും 12 മണി വരെ നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും 12 മണിക്ക് ചേർന്നപ്പോഴും ഇതേ സമാനമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങളുണ്ടായി. പിന്നീട് സഭ നാളത്തേക്ക് വീണ്ടും പിരിയുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ സഭ തുടങ്ങിയ ശീതകാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടന്നത്. അതുതന്നെയാണ് ഇന്നും നടന്നത്. എന്തായാലും ഈ അദാനി വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ തയ്യാറല്ലെന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമെല്ലാം നിലയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ അദാനി വിഷയത്തിൽ അദാനിയെ അറസ്റ്റ് ചെയ്യണം. ഇവിടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാരെല്ലാം നിലയും അറസ്റ്റ് ചെയ്യാൻ ഭയം കാണിക്കാത്ത നരേന്ദ്രമോദി എന്തുകൊണ്ട് അദാനിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം അടക്കം ഇവിടെ ചോദിക്കുന്നത്. എന്നാലും ജോൺ ബ്രിട്ടാസ് MP അടക്കമെല്ലാം നിലയും രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അതുകൂടാതെ മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു അടിയന്തര പ്രമേയ നോട്ടീസും, കൂടാതെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ സംഭാലിലുണ്ടാകുന്ന വർഗീയ സംഘർഷവും, അതുകൂടാതെ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ വയനാടിൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനസഹായം ആവശ്യപ്പെട്ടുള്ള പ്രമേയം എല്ലാ നിലയും നിരവധി നോട്ടീസായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് പോകാതെ ഈ കഴിഞ്ഞ 2 ദിവസവും പാർലമെൻറ്റ് ഈ ഒരു അദാനി വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ജിംഷാദ്, തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. സിബി ജോസഫ്, ഇപ്പോൾ CPIM മുതിർന്ന നേതാവ് VPP മുസ്തഫ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മുസ്തഫ, ഈ വിഷയത്തിൽ സംസാരിക്കാമെന്നേറ്റുന്ന BJP പ്രതിനിധി ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. സ്വാഭാവികമായും BJP വലിയ പ്രതിരോധത്തിലാവുകയാണ് രാജ്യത്ത്. കർഷകർക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെയൊക്കെ എടിപിടിന്ന് നടപടികൾ എടുക്കുകയും അവർക്കെതിരെ ജയിൽവാസം സൃഷ്ടിക്കുകയും ചെയ്യുന്ന മോദിയുടെ കരുത്ത് അദാനിയുടെ മുമ്പിൽ എവിടെ പോയി എന്നാണ് ഇന്ന് പ്രതിപക്ഷം ചോദിച്ചത്. ഇന്ന് സഭ സ്തംഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അത് മാത്രമല്ല, നിരവധി വിഷയങ്ങളുണ്ട്. നമുക്ക് അദാനി വിഷയത്തിൽ തുടങ്ങാം. VPP. BJP പ്രതിനിധി നേരത്തെ കൈരളിയോട് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഏൽക്കുകയും വരാതിരിക്കുകയും ചെയ്തതിൽ എന്തെങ്കിലും അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. നമ്മൾ 2 ദിവസമായിട്ട് പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണല്ലോ. അവിടെ ലോക്സഭയുടെ സ്പീക്കറും രാജ്യസഭയുടെ ചെയർമാനും എല്ലാം ഇതുപോലെ ഒളിച്ചോടുകയാണ്. മോഡി എന്ന് പറയുന്ന ഒരു ഭീകര സ്വത്വത്തിന്റെ മുന്നിൽ BJPയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയായ, എന്നാൽ ഇപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ കാവലാളുകളായി തീരേണ്ട ലോക്സഭയുടെ അധ്യക്ഷനും രാജ്യസഭയുടെ അധ്യക്ഷനും ഒരുപോലെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിന് അവർ തന്നെ ഇടപെടുകയാണ്. അവരതിന് നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെ ചർച്ചകളിൽ നിന്ന് പാർലമെന്റ് പോലെ നമ്മുടെ ഏറ്റവും
ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിൽ നടക്കേണ്ട ചർച്ചകളിൽ നിന്ന് തന്നെ ഇവർ ഒളിച്ചോടുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കൈരളി ഉൾപ്പെടെയുള്ള നമ്മുടെ ചർച്ചകളിൽ നിന്ന് BJP-യുടെ പ്രതിനിധികൾ ഒഴിഞ്ഞു മാറുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമില്ല. ഇത് തന്നെയാണ് അവർ പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദാനിയും മോഡിയും തമ്മിലുള്ള ഈ ഭരണരാഷ്ട്രീയവും കോർപ്പറേറ്റുകളും തമ്മിലുള്ള കൂട്ടുകെട്ട് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്ന അപകടത്തെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ കോർപ്പറേറ്റ് വർഗീയ രാഷ്ട്രീയ കൂട്ടുകെട്ട് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്ന അപകടകരമായ അവസ്ഥ, ഇവിടെ അജിംഷ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും എല്ലാം ജീവിതം അങ്ങേയറ്റം കരിപുരണ്ട കരിനിഴൽ വീണ് കിടക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യത്ത് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ, 10,000 എന്നൊന്നും പറഞ്ഞാൽ പോലെ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത്. നിങ്ങൾ നോക്കി, എന്തൊരു അപമാനകരമായ അവസ്ഥയാണ്. ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് $25 കോടി കൈക്കൂലി കൊടുത്തു. അവര് തട്ടിപ്പ് നടത്തി സെക്യൂരിറ്റി ഇടപാടുകളിൽ, അതുപോലെ മാർക്കറ്റുകളിൽ, സ്റ്റോക്ക് മാർക്കറ്റുകളിൽ. ഇതിന്റെ പേരിലാണ് ന്യൂയോർക്കിലെ കോടതിയിൽ അദാനി കമ്പനി വിചാരണ നേരിടേണ്ടി വരുന്നത്. അവർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് ഇങ്ങനെ ഇവരൊക്കെ വലിയ അഭിമാനം കൊള്ളിയാണല്ലോ. ഇന്നലെ ഇപ്പോ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാം വാർഷികം, അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ എന്തൊരു ഘോരം പ്രസംഗമായിരുന്നു. ഭരണഘടനയുടെ സാധ്യതകളെ കുറിച്ചും ഭരണഘടനാ സംരക്ഷണത്തെ കുറിച്ചുമെല്ലാം ആ പറഞ്ഞ മോഡിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭരണഘടന അനുസരിച്ച് രൂപപ്പെടുത്തിയ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം, അതിന്റെ സമ്പത്ത്, അത് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ കൂട്ടുനിൽക്കുകയല്ലേ. കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ കൂട്ടുനിൽക്കുക മാത്രമല്ല, ആ കൊള്ള മുതലിൽ പങ്കുപറ്റുകയല്ലേ BJP. മോഡിയും അമിത്ഷായും അല്ലേ അതിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ ഏറ്റവും വൃത്തികെട്ട ജീർണിച്ച രാഷ്ട്രീയമായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ, നമ്മുടെ പൊതുമണ്ഡലത്തെ, നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കുക. ഇവിടെ അദാനിയുടെ ഗ്രീൻ എനർജി എന്ന് പറയുന്ന കമ്പനി സോളാർ വൈദ്യുതി ഉണ്ടാക്കാം, സൗരോർജ്ജ വൈദ്യുതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് 12 കിലോവാട്ടിന്റെ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഈ സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് $25 കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏതാണ്ട് 2200 അതിലേക്ക് തന്നെ തിരിച്ചെത്താം. ശ്രീ VP, ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചെത്താം. ശ്രീ ഷാജി ജോസഫ് കൂടി ചേരുകയാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ ഷാജി ജോസഫ് ഇപ്പോൾ ബീഹാറിലാണുള്ളത്. ശ്രീ ഷാജി ജോസഫ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഈ ഇടതുപക്ഷക്കാരൊക്കെ സൂചിപ്പിച്ച ക്രോണി ക്യാപിറ്റലിസം, ചെങ്ങാത്ത മുതലാളിത്തം എന്നതൊക്കെ ഏറ്റവും അതിൻ്റെ ഉത്തുംഗതയിലെത്തിയിരിക്കുന്നു. കറപ്ഷൻസിന് പോലും കൂട്ടുനിൽക്കുന്ന തരത്തിലേക്ക് മാറുന്നു. US കോടതി കണ്ടുപിടിക്കുന്നു, US കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അത് തെളിയുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അദാനി ഉപയോഗിച്ച ഒരു സാങ്കേതികവാദം, അദാനി ഗ്രൂപ്പ് ഉപയോഗിച്ച സാങ്കേതികവാദം കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളില്ലത്രേ. അത് പിടിക്കേണ്ടത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിൽ കൈക്കൂലി നൽകിയിട്ടാണ് ഇങ്ങനെ ഓഹരികൾ പെരുപ്പിച്ച് കാണിച്ച് കബളിപ്പിക്കൽ നടത്തിയിരിക്കുന്നതെന്നാണ് US കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അവർ സുരക്ഷിതരാണെന്ന് അവർക്ക് ഉറപ്പാണ്. അവരുടെ വിശദീകരണം പോലും സാങ്കേതിക അർത്ഥത്തിലേക്ക് മാറിയത് അങ്ങനെയാണ്. അതാണ് ഇന്ന് പാർലമെന്റിലും പ്രതിഫലിച്ചത്. എന്തൊക്കെയാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ പാർലമെന്റ് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ? അജിംഷാദെ, ഞാനിപ്പോൾ ഉള്ളത് ജാർഖണ്ഡിലാണ്. നാളെ ജാർഖണ്ഡിലെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞയുമായി സംബന്ധമായിട്ട് ഞാനിവിടെ വന്നതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ അജിംഷാദ് പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ആദ്യമേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അഴിമതി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചാപ്റ്ററായി മാറുകയാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. ഇപ്പോൾ ഈ അഴിമതിയുടെ രൂപം എന്താണ്, നിറം എന്താണ് എന്നതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു രംഗത്തേക്ക് അധികാരികൾ മാറുന്നു എന്നുള്ളത് മാത്രമാണ് ഈ അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചയെക്കുറിച്ച് നമുക്ക് ഈ രാജ്യത്ത് കേൾക്കാൻ സാധിക്കും. അതിഭീകരമായ രീതിയിൽ പൊതു ഖജനാവ് കൊള്ളയടിക്കുന്ന സംസ്ഥാനങ്ങൾ, അതിഭീകരമായ രീതിയിൽ സ്വന്തക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന അഴിമതികൾ, ഇതൊക്കെ നമ്മൾ കാണുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോടുകൂടി തന്നെ, കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണത്തോടു കൂടി തന്നെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുക, അഴിമതി വീരന്മാരെ സംരക്ഷിക്കുക.
അതിന്റെ ഒരു തുടർച്ച എന്നോണം വേണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അദാനി വിഷയത്തെ നമ്മൾ കാണേണ്ടത്. ഗൗതം അദാനി എന്ന് പറയുന്ന വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം 2014 മുതൽ ഇന്ത്യ ഒട്ടാകെ കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണത്തോടുകൂടി തന്നെ, പിന്തുണയോടുകൂടി തന്നെ തന്റെ വ്യവസായ സാമ്രാജ്യത്തെ ഒരു കാലഘട്ടത്തിലും വളർത്താൻ അദ്ദേഹത്തിന് സാധിക്കാത്ത രീതിയിൽ വളരുവാനുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്നാൽ ഇന്ത്യയിൽ ഒരു സംരക്ഷണം ലഭിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കും തന്റെ സാമ്രാജ്യത്തെ വളർത്തുവാനുള്ള വിദേശ രാജ്യങ്ങളിലും ഇവിടെ പ്രയോഗിക്കുന്ന അതേ കൗശലവും അതേ കുടിലതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്റെ സാമ്രാജ്യത്തെ വളർത്തുവാനുള്ള നീക്കങ്ങൾ നടത്തിയതിന്റെ പരിണിത ഫലമാണ് അമേരിക്കയിൽ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന അദാനിക്കെതിരെ ഉള്ള വാറന്റും അദ്ദേഹത്തിന് അമേരിക്കൻ ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ സംജാതമാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം ഈ വിഷയത്തെ പലപ്പോഴായി, നമുക്കറിയാം 2014 ഗവൺമെന്റ് ശ്രീ മോദി പ്രധാനമന്ത്രിയെ വന്ന കാലം മുതൽ 2014 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ അദാനിയുടെ വളർച്ചയെ, അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ വളർച്ചയെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും അദാനിക്ക് കിട്ടുന്ന സംരക്ഷണം അല്ലാത്ത ഗവൺമെന്റുകളെ പോലും അദാനിക്ക് കൃത്യമായി ലാഭം കൊയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ വഴിവിട്ട ഇടപെടലുകൾ നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് വിദേശ രാജ്യങ്ങൾ അദാനിയുടെ പ്രവർത്തന മേഖലയെയും ശൈലിയെയും ചോദ്യം ചെയ്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ അദാനിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനും സംരക്ഷണ ഭിത്തി ഉയർത്താനുള്ള ശ്രമം നടത്തുന്ന ഇന്ത്യയിലെ അധികാരികൾ അഴിമതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒരു വലിയ കളങ്കം അല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണ്? പ്രതിപക്ഷത്തിന്റെ ആവശ്യം മറ്റേത് വ്യക്തിക്കുമെതിരെ എടുക്കുന്ന കേസുകൾ പോലെ അഴിമതി വിഷയത്തിൽ ഗൗതം അദാനിക്കും അദ്ദേഹത്തിന്റെ കമ്പനിക്കുമെതിരെ എത്രയും വേഗം ഒരു നീക്കം നടക്കണം, നിയമപരമായ നടപടികൾ എടുക്കണമെന്നുള്ള ആവശ്യമാണ്. അവിടെ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന രീതിയിലുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മറുപടി, അതിൽ നിന്ന് തന്നെ ഒരു കൊള്യൂഷൻ ഇതിനകത്ത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു വ്യവസായമാണ് എന്ന രീതിയിൽ ജനങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളും കേന്ദ്ര സർക്കാർ അദാനിക്ക് വേണ്ടി ഇൻഡയറക്റ്റ് പരോക്ഷമായി ഉയർത്തുന്ന സംരക്ഷണത്തിന്റെ രീതികളും നമ്മളെ കാണിക്കുന്നത്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. സെബിയുടെ ഇതിനു മുൻപിലിരുന്ന ചെയർമാന്റെ പേരിലും അദാനിയെ വളർത്താനും അദാനിയെ സംരക്ഷിക്കാനും വഴിവിട്ട നടപടികൾ സ്വീകരിച്ചു എന്ന ആരോപണം വന്നിട്ടും നമുക്കറിയാം അതിനെതിരെ യാതൊരുവിധ രീതിയിലുമുള്ള ഒരു നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകാൻ ഗവൺമെന്റ് അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഭരണത്തിലിരിക്കുന്ന, അധികാരം കൈയാളിയിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ധാരണ എന്ന് പറയുന്നത് അഴിമതി അത് എത്ര വലുതാണോ അതിനെ അവഗണിക്കുക, അതിനെ സംരക്ഷിക്കുക. ചെറിയ അഴിമതിയാണെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ അതിനെതിരെ ഒരു നിയമ നടപടികൾ സ്വീകരിക്കുക. ആ നടപടികളും എവിടെയോ തീർച്ചയായും, കാരണം ഇതിന്റെ ഈ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ അദാനി എന്ന ഗ്രൂപ്പ് വളർന്നു വരുന്ന സാഹചര്യം 2014 ശേഷം മാത്രമാണ് ഇത്രയേറെ വലിയ രീതിയിൽ അദാനി വികസിച്ച് പന്തലിച്ചത്. മോദിയുടെ ഭരണത്തിന് കീഴിലാണ്, ആ ഗുജറാത്ത് ലോബിയുടേതാണ് ഇത്. ഈ ആരോപണം മാത്രമല്ല, അത് വസ്തുതയായി തെളിയുകയാണ്. ഇന്നും ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രതിഫലിച്ചതാണ്. അതാണ് ഷാജി ജോസഫ് വരച്ചിട്ടത്. ശ്രീ വി പി മുസ്തഫ, ഈ അദാനിക്ക് ഉള്ള സംരക്ഷണം ഒരുപക്ഷെ സാധാരണക്കാരനായ പൗരന് കിട്ടുന്നില്ല. ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിച്ച വിഷയങ്ങൾ ഇതാണ്. അദാനി വിഷയത്തിൽ US കോർട്ടിലെത്തിയ കാര്യങ്ങൾ പോലും ഇവിടെ ചെയ്യുന്നില്ല. ഇവിടുത്തെ വാദങ്ങൾ, അത് ഹിൻഡൻബർഗ് നേരത്തെ
ഉന്നയിച്ച വിഷയങ്ങളാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഇതിലൊക്കെ കാണാം. ഓരോ ഘട്ടങ്ങളിലും അദാനിക്ക് വേണ്ടി മോദിയും മോദി ഭരണകൂടവും നടത്തിയിട്ടുള്ള ഇത്തരത്തിൽ വേലകൾ നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഇന്ന് CBI അന്വേഷണം പ്രഖ്യാപിക്കാനും അല്ലെങ്കിൽ CBI കൂട്ടിലിട്ട തത്തയല്ല അതിനപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ പോലും ഒരു സംവിധാനം എന്ന നിലയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അദാനിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനോ പോകാത്ത നടപടിയാണ് ഈ വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമെതിരെ നടത്തിയ നടപടികളുമായി തുലനം ചെയ്ത് പ്രതിപക്ഷം എന്ന് ഉന്നയിച്ചത്. അപ്പോൾ രാജ്യത്ത് നടക്കുന്ന പക്ഷപാതപരമായ നഗ്നമായ ജനാധിപത്യ ലംഘനങ്ങളാണ് VPP. തീർച്ചയായിട്ടും ഇതൊരു അർദ്ധ ഫാഷിസ്റ്റ് വാഴ്ചയാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് നേരത്തെ താങ്കൾ തന്നെയും സൂചിപ്പിച്ചതുപോലെ ഈ ചങ്ങാത്ത മുതലാളിത്തം അല്ലെങ്കിൽ ചിങ്കടി മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് ഈ വർഗീയ ശക്തികളുടെ അനുഗ്രഹാശിസുകളിൽ വളർന്നു വന്ന കോർപ്പറേറ്റ് ഭീമനാണ് അദാനി ഗ്രൂപ്പ്. 2014 വരെയും ഗുജറാത്തിനപ്പുറത്ത് നമ്മൾ അദാനി ഗ്രൂപ്പിനെ കേട്ടിട്ടില്ലല്ലോ. 1988 മുതൽ ആ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ടാറ്റയെ കുറിച്ചോ ബിർളയെ കുറിച്ചോ കിർലോസ്കറിനെ കുറിച്ചിട്ടോ അതുപോലെ മറ്റു ഇന്ത്യൻ കോർപ്പറേറ്റുകളെ കുറിച്ചിട്ട് 2014 മുമ്പ് ചർച്ച ചെയ്യുന്ന പോലെ അദാനിയെ കുറിച്ച് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയെ കുറിച്ച് വിശകലനം ചെയ്യുന്നവർ പോലും ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഭരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷമാണ് ഗുജറാത്തി ഗ്രൂപ്പ് ആയിട്ടുള്ള ഈ ഗൗതം അദാനിയുടെ ഗ്രൂപ്പ് വളർന്നു വരുന്നത്. 2014 മോഡി വരുന്ന കാലത്ത് കേന്ദ്ര അധികാരത്തിലേക്ക് വരുന്ന കാലത്ത് ലോകത്തെ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കുത്തകളുടെ നിരയിൽ 800-ാം സ്ഥാനത്തായിരുന്നു അദാനി ഗ്രൂപ്പ്. 800-ാം സ്ഥാനത്താണ്. പക്ഷെ അതാണ് ഇപ്പൊ 14 വർഷം മോഡിയുടെ ഭരണം പൂർത്തിയാകുമ്പോൾ 10 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ ഏറ്റവും മുൻനിര കോർപ്പറേറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നായിട്ട് ഏറ്റവും ആസ്തിയുള്ള കോർപ്പറേറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നായിട്ട് മാറുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള സമ്പാദ്യമല്ല, അത് കുമിളയാണ്. ആ കുമിളയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഹിഡൻബർഗ് റിപ്പോർട്ടിൽ പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ഈ അദാനി ഗ്രൂപ്പിന്റെ വിവിധ കമ്പനികൾക്ക് അതിന്റെ ഓഹരികൾക്ക് ഇപ്പൊ മാർക്കറ്റിലുള്ള മൂല്യമില്ല. ഇവരുടെ തന്നെ ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് മാർക്കറ്റിൽ കൃത്രിമമായിട്ട് ബൂസ്റ്റ് ഉണ്ടാക്കി ഈ വീർപ്പിച്ച ഒരു കുമിളയാണിത്. ഇതിന്റെ പൊട്ടലാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അദാനിയൊക്കെ വെച്ചുകൊണ്ട് മോഡി പറഞ്ഞത് ഞങ്ങളിതാ രാജ്യത്ത് ലോകത്തിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാവും ഇപ്പാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ 10 വർഷമായിട്ട്. എന്താ ആവാത്തത്? അമേരിക്കയും ചൈനയെയും പിന്തള്ളി അവർക്ക് അങ്ങനെ വരാൻ വേണ്ടി കഴിയാത്തതെന്തേ? അവിടെയാണ് ഈ പറഞ്ഞ അദാനിയെ പോലെയുള്ള ആളുകളെ അവരുമായിട്ടുള്ള ഈ വഴിവിട്ട ബന്ധങ്ങൾ, ചങ്ങാത്ത ബന്ധങ്ങൾ, ഈ ചിങ്കടി മുതലാളിത്തം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഏൽപ്പിക്കുന്ന പരിക്ക്. അതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലാളികളുടെ ജീവിതം ദുരിതമാകുന്നത്, കർഷകരുടെ ജീവിതം. കാരണം അവർക്കുള്ള സബ്സിഡികൾ ഇത്തവണ ഈ രാജ്യത്താകെ പ്രത്യേകിച്ച് അതിന്റെ കാർഷിക മേഖലയിലാകെ കൃഷിയും വിളവെടുപ്പും ആരംഭിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ, വളം കിട്ടാനില്ല, വളത്തിന് സബ്സിഡി കിട്ടുന്നില്ല, തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവരുടെ ജീവിതം പ്രതിസന്ധിയിലായപ്പോൾ സമരത്തിനിറങ്ങി. മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും ഉറപ്പാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അവരുടെ എല്ലാം പേരിൽ അപ്പപ്പോ കേസെടുത്ത് ജയിലിലടക്കിയ മാത്രമല്ലല്ലോ, BJPയുടെ MP-യും ആളുകളും ഇറങ്ങി ഈ സമരം ചെയ്യുന്ന ആളുകളെ അവരുടെ വാഹനം കയറ്റി കൊല്ലുന്ന അനുഭവം പോലും നമ്മുടെ കർഷക സമരമുഖത്ത് കാണുകയുണ്ടായില്ലേ? പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ, രാജ്യത്ത് വിദ്യാർത്ഥികളുടെ പഠനാവകാശങ്ങൾ, രോഹിത് വെമുല തൊട്ട് എത്രയേറെ വിദ്യാർത്ഥികൾ ഈ ഭരണത്തിന് കീഴിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. രാജ്യത്തെ പ്രഗത്ഭമായ കേന്ദ്ര സർവകലാശാലകളിൽ തന്നെ അവരെല്ലാം ചെറിയ ചെറിയ ഈ പ്രതിഷേധത്തിന്റെ പേരിൽ വലിയ കുറ്റങ്ങൾ ചാർത്തുകയാണ്. പ്രതിഷേധം ചെറുതാ, ചെറിയ സമര, പക്ഷേ രാജ്യദ്രോഹ കുറ്റം, ദേശരക്ഷാ നിയമം, അതാണ് കാതലായ കാര്യം. ശ്രീ ഷാജി ജോസഫ്, ഇങ്ങനെ ഇവർക്കൊക്കെ എതിരെ VPP സൂചിപ്പിച്ചതുപോലെ ഇവർക്കൊക്കെ എതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നു. സ്പോർട്സ് താരങ്ങൾക്ക് എതിരെ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ അദാനിക്കും അംബാനിക്കുമൊക്കെ സുരക്ഷ ഒരുക്കുന്ന സംവിധാനങ്ങളിലേക്ക് പോകുന്നു. അദാനിയുടെ വിഷയം ഏറ്റവും പ്രധാനമായി ഇന്ന് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്ന വേളയിൽ ഒരുപക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങൾ, 2014 ശേഷമുള്ളവരുടെ വളർച്ച VPPയും അത് സൂചിപ്പിച്ചു. 800-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 5-ലേക്കൊക്കെ ഉയരുന്നതിന് എങ്ങനെയാണ് അദാനിക്ക് സഹായകമായതെന്ന് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച സംഭവങ്ങളാണ്. അത് ഹിൻഡൻബർഗിലൂടെ നാം കണ്ടതാണ്. ഇപ്പോൾ
മോദി സർക്കാരിന് തനിച്ചുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ പോലെ ഇല്ല. എന്നിട്ടും ഈ അദാനി സംരക്ഷണം തുടരുകയാണ്. അദാനിയുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിൽ വ്യാജ കരാറുകൾ ഉണ്ടാക്കിയെന്ന ആരോപണം ഉയർന്ന, അല്ലെങ്കിൽ കൈക്കൂലി കരാറുകൾ ഉണ്ടാക്കിയെന്ന ആരോപണം ഉയർന്ന പല സംസ്ഥാനങ്ങളും ആ കരാറിൽ നിന്ന് പിന്നോട്ട് വാങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ജനാധിപത്യത്തിൽ ഇതിന് കൂച്ചുവിലങ്ങിടാൻ ആകാത്ത ചില സംവിധാനം, ഇതെല്ലാം വിജയത്തെ, മഹാരാഷ്ട്രയിലെ വിജയം, ജാർഖണ്ഡിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ജയിച്ചിരിക്കാം, പക്ഷേ ജാർഖണ്ഡ് താരതമ്യേന കുറഞ്ഞ സീറ്റുകളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ, പക്ഷേ മഹാരാഷ്ട്രയിലുള്ള വിജയം, ഇങ്ങനെ വിജയം കാട്ടി ഇവർ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് പ്രതിസന്ധിയിലാക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയാണ് നഗ്നമായി. ശ്രീ ഷാജി ജോസഫ്. അജിംഷാദെ, ജനാധിപത്യം എന്ന വാക്ക് നമ്മൾ ഈ ചർച്ചയിൽ ഉപയോഗിക്കണമോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെയാണ് ഒരു പുതിയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എങ്ങനെയാണ് നിർവചിച്ചത് അവരുടെ പ്രവൃത്തികളിൽ എന്ന് നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. ഇതിനകത്ത് ഒരു ഗവൺമെന്റ് ഒരു പ്രതിയെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ആ പ്രതിയുടെ സംരക്ഷണത്തിനായി സർക്കാർ തന്നെ പ്രതിരോധം തീർക്കുകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. പല ഗവൺമെന്റുകളും പലപ്പോഴായി, കേന്ദ്രത്തിലുള്ള ഗവൺമെന്റും സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റും ആരോപിതരായ ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതിയെ സംരക്ഷിക്കുന്നതിനായി ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായി പ്രതിരോധം തീർക്കുന്ന ആ പ്രതിരോധത്തെ വീണ്ടും ന്യായീകരിക്കുന്ന വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യം എന്ന വാക്ക് നമ്മുടെ ഭരണാധികാരികൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ പാർലമെന്റിന്റെ പ്രവർത്തനം ജനാധിപത്യ പ്രക്രിയയിൽ ഊന്നിയ നമ്മളുടെ ഭരണഘടനയിൽ ഈ ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ഒരു മഹാമുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരെ, അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDAക്കെതിരെ പ്രചരണം അഴിച്ചുവിട്ടത്. അതിന്റെ ഫലമായിട്ടാണല്ലോ ഇന്ന് അവർക്ക്, അല്ലെങ്കിൽ NDAക്ക് സ്വന്തമായി ഒരു ഭൂരിപക്ഷം ഇല്ലാതെ വന്നത്. പക്ഷേ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ന് BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ഗവൺമെന്റിന് പിന്തുണയ്ക്കുന്ന 2 ശക്തികൾ ആരാണ്? കാലാകാലങ്ങളായി NDAയുടെ ഭാഗമായി നിൽക്കുന്ന നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും, അതുപോലെ തന്നെ ഒരു കാലഘട്ടം അത്രയും ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തുന്ന തെലുങ്കുദേശം പാർട്ടിയും കൂടിയാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ഈ 2 കക്ഷികളുടെയും ഇന്നത്തെ സ്ഥിതി എന്താണ്? ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയാണോ ഈ 2 കക്ഷികളും ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ തന്റെ കാലിനടിയിലെ മണ്ണൊഴുകി പോകുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ട് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി വളരെ ശക്തമായ രീതിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് എന്ന ഭയം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നിതീഷ് കുമാറിനെതിരെ BJP എന്ന് പറയുന്ന പാർട്ടി, അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ബീഹാറിലെ ചില കാര്യങ്ങളിൽ വന്നു ഭവിച്ചിരിക്കുന്ന, ഭരണക്രമത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന ചില വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ടും ചില തിരിച്ചടികൾക്ക് തയ്യാറാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിതീഷ് കുമാർ തിരിച്ചെത്തുന്നത്. തീർച്ചയായും അത് മാത്രമല്ല, ഈ അദാനി വിഷയത്തിൽ മാത്രമല്ല, ഇന്ന് സഭ പ്രക്ഷുബ്ധമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ക്രൂരതയും ഒക്കെ നടമാടുന്ന വിഷയങ്ങളിൽ കൂടിയാണ്. കാരണം മണിപ്പൂരുണ്ട്, സംഭലുണ്ട്. മണിപ്പൂർ മാസങ്ങളായി നിന്ന് കത്തുകയാണ്. അവിടേക്കൊന്ന് പോകാൻ, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അവിടേക്കൊന്ന് പോകാനോ അതിന്മേലൊന്ന് പ്രതികരിക്കാനോ ആകെ ഒരു വട്ടം മാത്രമാണ് ഏതാണ്ട് അര മിനിറ്റിൽ താഴെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേ സംബന്ധിച്ച് പ്രതികരിച്ചത്, മണിപ്പൂരിനെ കുറിച്ച്. അങ്ങനെ ഒരു ജനത മുഴുവൻ നിന്ന് കത്തുകയാണ്. ഷാജി ജോസഫ്,
അജിംഷാദെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ കുറെ നാളുകളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഭരണപരമായ പരാജയം, ആ പരാജയത്തിന്റെ ശില്പി മണിപ്പൂരിലെ ഗവൺമെന്റ് ആണെങ്കിൽ അതിനെ ഇതുവരെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിച്ച ഒരു കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാരാണ് ഇതിനെ ഇപ്പോൾ ബിരേൻ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും അപ്പുറം മണിപ്പൂരിന്റെ സ്ഥിതി വഷളാക്കിയത് എന്ന് പറയുന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇത് പറയുമ്പോൾ മണിപ്പൂർ ഈസ് എ ക്ലാസിക് കേസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു രാജ്യത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും നഗ്നമായ ഉദാഹരണമായി തീർച്ചയായും അത് തന്നെയാണ് മണിപ്പൂർ. അത് മാത്രമല്ല സംഭൽ കൂടി വരികയാണ്. ബുൾഡോസറിന് പുറമെ ആ ബാബറി മസ്ജിദ് കാലത്തൊക്കെ ഉണ്ടായതുപോലെ നഗ്നമായ ലംഘനങ്ങൾ, രാജ്യത്ത് ജനങ്ങളെ വിഭജിക്കുന്നതൊക്കെ നടക്കുകയാണ്. അത് യു പിയിൽ യോഗി ആദിത്യനാഥിൻ്റെ പേരിൽ. ഇനിയിപ്പോൾ മോദിക്ക് ശേഷം യോഗി ആദിത്യനാഥ് എന്ന രീതിയിലാണ് BJP-യിൽ നിന്നുള്ള ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീ VPP, അതായത് രാജ്യത്ത് ജനങ്ങളെ വിഭജിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു തന്ത്രം എന്നതിനപ്പുറത്തേക്ക് ഹിറ്റ്ലറിൻ്റെ ഒക്കെ കാലത്ത് കണ്ടതുപോലെയുള്ള വിഭാഗീയത, ക്രൂരതകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിലേക്ക് സർക്കാരുകൾ നിൽക്കുന്നു എന്ന നിലയിലേക്കാണ് മണിപ്പൂരിനെ കാണേണ്ടത്. യോഗി ആദിത്യനാഥിൻ്റെ UP-യിൽ സംഭൽ എന്ന രീതിയിൽ വീണ്ടും അതിന് സമാനമായ രീതിയിൽ കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ജനങ്ങളെ വിഭജിക്കുക, ആ വിഭജനത്തിൽ നിന്ന് നേട്ടം കൊയ്യുക എന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു രാജ്യത്തെ നിന്ന് കത്തിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് തീ കൊളുത്തുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതൊന്നും പക്ഷേ പാർലമെന്റിൽ അഡ്രസ്സ് ചെയ്യാനാകുന്നില്ല പ്രതിപക്ഷത്തിന്. ശ്രമങ്ങൾ മാത്രം അഡ്രസ് ചെയ്യാൻ കഴിയാത്തതല്ലോ. അതെ, ഈ കഴിഞ്ഞ 2 ടേമിനേക്കാൾ 2014-നും 2019-നേക്കാളും ഇപ്പൊ പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമാണല്ലോ. ഒരു നല്ല ശബ്ദമുള്ള പ്രതിപക്ഷമാണല്ലോ ഇപ്പോൾ പാർലമെന്റിൽ ഉള്ളത്. അജിംഷ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വൻ മുന്നേറ്റം നടത്താൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ടാണല്ലോ നേരത്തെ നിങ്ങൾ നോക്കൂ, ഇങ്ങനെയല്ലല്ലോ നമ്മൾ കഴിഞ്ഞ 10 വർഷം പാർലമെന്റ് കണ്ടത്. പ്രതിപക്ഷത്തിന് എഴുന്നേൽക്കാൻ പോലും കഴിയുമായിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഈ ധൻഖറും അതുപോലെ തന്നെ നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഇവര് കഴിഞ്ഞ ടേമിലും ഇതേ പദവികൾ വഹിച്ചവരാ. അന്ന് പ്രതിപക്ഷത്തിന് നേരെ ഇവരുടെയൊക്കെ ആക്രോശം ഏത് നിലയിലായിരുന്നു എന്ന് കണ്ടിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാക്കളൊക്കെ എഴുന്നേറ്റാൽ ഒരു ബഹുമാനവും കൊടുക്കാതെ, ഒരു ജനാധിപത്യ മര്യാദയും കാണിക്കാതെയാണ് പാർലമെന്റിനകത്ത് ഇവർ പെരുമാറിയിരുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കിയോ, ഇന്ന് ധൻഖർ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയോട് എന്ത് ഭവ്യതയോടുകൂടിയാ സംസാരിക്കുന്നത്. വല്ലാത്ത ഖാർഗെ ഇങ്ങനെ വല്ലാതെ പ്രശംസ കൊണ്ട് മൂടി അദ്ദേഹത്തെ കയ്യിലെടുക്കാനൊക്കെയുള്ള ശ്രമമാണല്ലോ ധൻഖർ നടത്തിയത്. അപ്പോ അങ്ങനെയുള്ള അടവുകൾ അവര് പ്രയോഗിക്കും. എന്നാൽ ഇത് BJP ആകെ പ്രയോഗിക്കില്ല. പാർലമെന്റിലെ ഉയർന്ന BJP നേതാക്കളായിട്ടുള്ള ഈ ചുമതലകൾ വഹിക്കുന്നവർ അങ്ങനെ പെരുമാറ്റത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മാറ്റം വരുത്തുമ്പോ ഇവിടെ ഭരണം പോലും ഇല്ലാത്ത കേരളത്തിലെ BJP-യുടെ അധ്യക്ഷൻ എങ്ങനെയാ മാധ്യമപ്രവർത്തകരോട് 2 ദിവസമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഇന്നലെ മാധ്യമപ്രവർത്തകരെ ചവറുകൾ എന്നാണ് ആക്ഷേപിച്ചെങ്കിൽ ഇന്ന് ഒരുത്തരെയും വെറുതെ വിടില്ല എന്നാ പറയുന്നത്. BJP-ക്കെതിരെ വാർത്ത കൊടുത്താൽ, BJP-യിലെ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്താൽ ഒരുത്തരെയും വെറുതെ വിടില്ല എന്നാണ്. എന്തൊരു ഔദ്ധത്യമാണ് ഈ കാണിക്കുന്നത്, എന്തൊരു ധാർഷ്ട്യമാണ്. അതായത് ബിജെപിയുടെ കേന്ദ്രത്തിൽ മാത്രമല്ല സംസ്ഥാനത്തിലും അതിന്റെ ഉള്ളടക്കം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോ K. സുരേന്ദ്രൻ പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കൈകാര്യം ചെയ്യും. അതായത് വേറൊന്നുമല്ല, അവരുടെ ഇടയിലുള്ള വിഭാഗീയതയും തോൽവിയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അർത്ഥത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്താൽ, വാർത്ത നൽകിയാൽ അതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുന്നു. എന്താണിത്? അജിംഷ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളം പോലെ BJP-ക്ക് താരതമ്യേന സ്വാധീനം കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് പോലും ഇങ്ങനെ ഭീഷണിയുടെ, വെല്ലുവിളിയുടെ ഭാഷകൾ ഉപയോഗിക്കാൻ അവർ സന്നദ്ധമാകുന്നുണ്ടെങ്കിൽ പിന്നെ ആദിത്യനാഥിന്റെ UP-യിൽ നിന്ന് നിങ്ങൾ എന്ത് ജനാധിപത്യ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്ത് പൗരസംരക്ഷണമാ പ്രതീക്ഷിക്കുന്നത്? അവിടെ സംഭാവനയൊക്കെയാണ് സംഭവിക്കുക. അതിന് ഇപ്പോ അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് വെളിപ്പെടുത്തിയ വസ്തുത അനുസരിച്ചിട്ടാണെങ്കിൽ പോലീസ് അവരുടെ ഔദ്യോഗിക തോക്കുകളോ ആംസോ അല്ലല്ലോ ഉപയോഗിച്ചത്, നാടൻ തോക്കുകൾ എന്ന് പറഞ്ഞാൽ നാളെ ഇതൊരു കൂട്ടക്കൊലയാണല്ലോ. നമ്മുടെ കൂത്തുപറമ്പിലൊക്കെ നടന്നതുപോലെ ഒരു മസാക്കറാണല്ലോ, ഒരു കൂട്ടക്കൊലയാണ് ഇത്. നാളെ മറ്റേതെങ്കിലും ഒരു അന്വേഷണം, ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പൗരാവകാശ വേദികളുടെ അന്വേഷണമോ വന്നാൽ പോലീസ് പ്രതിസ്ഥാനത്ത് വരാൻ പാടില്ല. കാരണം അവരൊക്കെ വന്നാൽ അന്വേഷണത്തിന് അടിസ്ഥാനമാക്കുന്ന രേഖകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളായിരിക്കും, FIR പോലുള്ള പോലീസ് രേഖകളായിരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ വരുന്നത് എന്താ?
പോലീസ് ഉപയോഗിക്കുന്ന ബുള്ളറ്റുകളല്ല ഇവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മരണപ്പെട്ടവരുടെ. അപ്പോഴാണ് നുഴഞ്ഞുകയറ്റക്കാർ ഈ പ്രതിഷേധിക്കുന്നവർ തന്നെ ചിലപ്പോൾ ചെയ്തതായിരിക്കും എന്നൊക്കെ വരുത്തിക്കാൻ. അപ്പൊ നിങ്ങൾ കാണ് എത്ര സമാജ്വാദി പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം അദാനിയെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്നില്ല ഈ വിഷയത്തിൽ, കാണിക്കുന്നില്ല. ഇത് വെളിപ്പെടുത്തിയതിന് ആ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ മണിക്കൂറുകൾ കൊണ്ട് പിടിച്ചുകൊണ്ടുപോയി. എത്രയോ മണിക്കൂറുകൾ അദ്ദേഹത്തെ അവിടെ തടവിൽ വെച്ചു സ്റ്റേഷനിൽ. അപ്പോ ഇതാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെയുള്ള ഈ വർഗീയ രാഷ്ട്രീയവും കോർപ്പറേറ്റ് ശക്തികളും കൂടിച്ചേർന്ന ഈ ഭരണത്തിൽ ഇനിയിപ്പോ പറയുന്ന ഈ സാങ്കേതികവാദം നോക്ക് നിങ്ങൾ. നേരത്തെ അജിംഷ സൂചിപ്പിച്ചല്ലോ, അവിടുത്തെ കുറ്റപത്രത്തിൽ ഗൗതം അദാനിയുടെ പേരില്ല, സാഗർ അദാനിയുടെ പേരില്ല. അതുപോലെ ഇവർ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ബ്രൈബറി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തേ ഉള്ളൂ, സെക്യൂരിറ്റീസ് തട്ടിപ്പ് നടന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഒരാൾ തെങ്ങിന്ന് വീണു, ഒന്നും പറ്റിയിട്ടില്ല, അയാളുടെ തല കാണാനില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നിപ്പോ ആരാ പറയുന്നത് ഈ മാനം? മുഗൾ റോഹ്തക്കി ബിജെപിയുടെ ഭരണകാലത്ത് സുപ്രീം കോടതിയിൽ ഏറ്റവും ഉയർന്ന ചുമതല വഹിച്ചായിരുന്നയാൾ. അദ്ദേഹം വന്നിട്ട് ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി വക്കാലത്ത് പറയുകയല്ലേ? നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇവിടെ പ്രതിപക്ഷം ഇങ്ങനെ പാർലമെന്റിൽ പറയുന്നത് പോലെ കൈക്കൂലി എന്നൊന്നും അവിടെ ഇല്ല, ഗൂഢാലോചന നടത്തി, സെക്യൂരിറ്റീസ് തട്ടിപ്പ് നടത്തി എന്നേ ഉള്ളൂ. പിന്നെ എന്താ വേണ്ടത്? ഈ സെക്യൂരിറ്റീസ് തട്ടിപ്പും ഗൂഢാലോചനയും തന്നെയല്ലേ അമേരിക്കയിലെ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക്, കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ പലതും ബിജെപിയുടെ പിടിയാളുകളാ, ചിലപ്പോ ബിജെപിക്ക് തന്നെ. തീർച്ചയായും വി പി മുസ്തഫ, നമ്മൾ കേന്ദ്രത്തിലെ ബിജെപിയുടെ അസഹിഷ്ണുതയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ആ ഘട്ടത്തിൽ താങ്കൾ തന്നെയാണ് കേരളത്തിലെ ആ അസഹിഷ്ണുതയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എത്തി, സംസ്ഥാന സെക്രട്ടറി എത്തി, അതേ സംബന്ധിച്ച് പറയുകയും ചെയ്തു. എന്തേ മാധ്യമങ്ങൾക്കിപ്പോൾ മൗനം? അതൊരു കാതലായ വിഷയമാണ്, അത് അടയാളപ്പെടുത്തേണ്ടതാണ്. VPP നിങ്ങളെങ്ങാണമായിരുന്നു ഒരു സ്ലിപ്പ് ഓഫ് ടങ്ങിൽ വായിൽ നിന്ന് വീണിരുന്നെങ്കിൽ. അല്ല, അതാണ് അത് നമ്മൾ കണ്ടല്ലോ. ഇപ്പോ തന്റെ മുന്നിൽ നേരിട്ടുണ്ടായ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ NN കൃഷ്ണദാസ് ഈ ചാനൽ പ്രവർത്തകരായ ചിലർ നടത്തുന്ന ഒരു ശരിയല്ലാത്ത സമീപനത്തെ വിമർശിച്ചത്. ആ ഭാഷ വേണമായിരുന്നോ? അത് വേറെ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ എത്ര ദിവസമാണ് അത് വെച്ചുകൊണ്ട് CPIM-നെ വേട്ടയാടാൻ ശ്രമിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വേളയിൽ? നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ? അപ്പൊ ഇവിടെ ഇതും എന്തുകൊണ്ടാണ് ഈ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെയെല്ലാം BJP-യുടെ ഒരു നേതാവിൽ നിന്ന് ഭീഷണിയും അഹന്തയും ധാർഷ്ട്യവും നിറഞ്ഞ വെല്ലുവിളിയും ഉണ്ടായിട്ടും പ്രതികരിക്കാത്തത്? ഇവര് വിധേയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കുമല്ലോ, കഴിഞ്ഞ മോഡി ഗവൺമെന്റിന്റെ അവസാന കാലത്ത് കോഴിക്കോട്ട് വന്നിട്ട് കേന്ദ്ര ഇൻഫർമേഷൻ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കേരളത്തിലെ മാധ്യമ ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തില്ലേ? ആ യോഗത്തിൽ കൈരടിയെ വിളിച്ചില്ല, ദേശാഭിമാനിയെ വിളിച്ചില്ല, അവരെ എതിർക്കുന്ന ആളുകളെ വിളിച്ചില്ല, എന്നിട്ട് ആളുകളെ വിലക്കെടുത്തില്ലേ? അത് നമ്മുടെ മുന്നിലെ അനുഭവം. ഇത് വെറുതെ ഒരു ആക്ഷേപമായിട്ട് പറയുന്നതല്ലല്ലോ, കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള പണമാണ് അദാനിയിൽ നിന്നൊക്കെ ഇവർ എടുക്കുന്നത്. ഇങ്ങനെ കോടികൾ അദാനിയിൽ നിന്നും, അതുപോലെ ഇലക്ട്രൽ ബോണ്ട് വിവാദം നമ്മുടെ മുമ്പിലുള്ളതല്ലേ. അന്തരിച്ചുപോയ CPIM-ന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരിയുടെ അവസാനത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലും അതായിരുന്നല്ലോ ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്കെതിരായിട്ട് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന തട്ടിപ്പിനും അഴിമതിക്കുമെതിരായിട്ട് സുപ്രീം കോടതിയിൽ നടത്തിയ കേസ്. അതിൽ സുപ്രീം കോടതി ന്യായമായ ഒരു ഇടപെടൽ നടത്തി ആ ഏർപ്പാടെ നിർത്തലാക്കി. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനമേ റദ്ദാക്കി. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാർലമെന്റിന്റെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി VPP മുസ്തഫ സൂചിപ്പിക്കേണ്ടത്. നേരത്തെ ഖാർഗെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ തവണ ഖാർഗെക്ക് ഒരു പ്രതിപക്ഷ പദവി പോലും ഇല്ലാതെ അദ്ദേഹം ഇരുന്നത് നാം കണ്ടതാണ്. പക്ഷേ ഖാർഗെ എഴുന്നേറ്റ കാര്യം പറയുന്നു. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രിവിലേജ് ഭരണപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ സ്പീക്കർക്കടക്കം നൽകാനാകുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ നിലപാടുകളല്ല. രാജ്യത്ത് കോൺഗ്രസ് BJP-യുമായി നേരിട്ട സംസ്ഥാനങ്ങളിലൊക്കെ അത് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും പ്രതിരോധങ്ങളുടെ കാര്യത്തിലും ദുർബലമായിരുന്നു. ഇന്ത്യ സഖ്യമാണ് അവിടെ, അത് കർഷകരുടേത് അടക്കമുള്ള. അപ്പോൾ ഇതിൻ്റെ അവകാശപ്പെടുന്നത് പ്രതിപക്ഷത്ത് കോൺഗ്രസ് എന്ന നിലയിലാകരുത് എന്നുള്ളത് കൂടിയുണ്ട്. അല്ലേ ശ്രീ VPP? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിലെ ഈ അഴിമതിയും
ഭരണം ഉപയോഗിച്ച് കോർപ്പറേറ്റുകളെ കൂട്ടുപിടിച്ച് പണം സമ്പാദിച്ച് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തി ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റുന്ന ശൈലി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തോടെ കോൺഗ്രസ് ആണല്ലോ. അതിന്റെ ജീർണമുഖമല്ലേ ബൊഫേഴ്സ് രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അതുവരെ രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്ന ഒരാൾ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന് പ്രധാനമന്ത്രി പദത്തിലെത്തുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ ഭരണകാലയളവിൽ തന്നെ അതുവരെയുള്ള രാജീവ് ഗാന്ധിയുടെ ഭരണകാലയളവ് വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണ സംവിധാനത്തിന്റെ അഴിമതി, ബൊഫേഴ്സ് ഇടപാടിന്റെ അഴിമതി പുറത്തു വന്നല്ലോ. അന്ന് ജോയിന്റ് പാർലമെന്റ് കമ്മീഷൻ ഉൾപ്പെടെ കമ്മിറ്റി ഉൾപ്പെടെ വന്ന് വലിയ അന്വേഷണങ്ങളും തെളിവെടുപ്പുകളും നടത്താൻ വേണ്ടി കഴിഞ്ഞല്ലോ. അന്ന് കോൺഗ്രസിന്റെ അത്തരം അഴിമതികൾക്കെതിരായിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രതിഷേധത്തിൽ അന്ന് ആകെ 4 or 5 MP-മാരെ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. 82, 89 കാലത്ത് ലോക്സഭയിൽ ആകെ 2 MP-മാരെ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരുൾപ്പെടെ അന്ന് ഇതിനെതിരെ നിലപാടെടുത്ത ആളുകളാണല്ലോ. പക്ഷെ ആ BJP-യാണ് ഇന്നിപ്പോ അധികാരത്തിൽ വന്നപ്പോൾ പഴയ കോൺഗ്രസിനേക്കാൾ ജീർണിച്ച അവസ്ഥയിലേക്ക്. അതിൽ അത്ഭുതമില്ല. കാരണം എന്താ, ഇന്നത്തെ ഈ BJP നേതാക്കൾ എന്ന് പറയുന്നതിന്റെ ഏതാണ്ട് പകുതിയിലേറെ പഴയ BJP-ക്കാരാണല്ലോ. ആസാമിലെ മുഖ്യമന്ത്രി, മണിപ്പൂരിലെ മുഖ്യമന്ത്രി, ഇവിടെയൊക്കെയാണല്ലോ ഏറ്റവും ഭീകരമായ നിലയിൽ ഭരണം ഉപയോഗിച്ചിട്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടലും ജനാധിപത്യത്തെ. അത് മാത്രമല്ല, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഇലക്ട്രൽ ബോണ്ട്, അതായത് അംഗീകൃതമായ കള്ളപ്പണങ്ങളെ ശേഖരിച്ച് ഉപയോഗിക്കാനുള്ള ഒരു മാർഗം, ഒരു ഓഡിറ്റിംഗും ഇല്ലാതെ ഉണ്ടാക്കിയ ഈ ഇലക്ട്രൽ ബോണ്ട് BJP-യുടെ കുത്സിത നീക്കങ്ങൾക്കെതിരെ CPIM മാത്രമേ രാജ്യത്ത് എതിർത്തിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ഈ ഇലക്ട്രൽ ബോണ്ടിൽ 170 കോടി രൂപ സംഭാവന ചെയ്തത് ആരാണ്? BJP-ക്ക്. ആരാണ് BJP? ഈ ഡീൽ കേന്ദ്ര തലത്തിലുണ്ട്. വയനാട് MP-യുടെ ഭർത്താവിന്റെ കമ്പനിയാണല്ലോ അദ്ദേഹം. നിങ്ങൾ നോക്കൂ, അദ്ദേഹം തന്നെ ഈ ഇവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ റോബർട്ട് വദ്ര പറഞ്ഞതെന്താ, ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന്. കോൺഗ്രസിലും BJP-യിലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് അവിടെ അജിംഷ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിൽ മാത്രമല്ല, നേരത്തെ ഈ ഓഹരി കുംഭകോണമാണല്ലോ ഇദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ അദാനി കമ്പനി, ഈ ഓഹരി കുംഭകോണം രാജ്യത്ത് ആദ്യം വന്നത് 90കളിലെ തുടക്കത്തിലാണല്ലോ. മറ്റേ കാളക്കുറ്റൻ ഹർഷദ് മേത്ത സംഗതി. അന്ന് ഹവാല ഡയറി ഉണ്ടായിരുന്നത്. ഹവാല ഡയറിയിൽ പേര് വരാതിരുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ CPIM-ഉം CPI-ഉം. ശരിയാണ്. കാരണം CPIM-ഉം ഇടതുപക്ഷവും ചെറുതും വലുതുമായ സകല രാഷ്ട്രീയക്കാരുടെയും പേരുകൾ ജയിന്റെ ഹവാല ഡയറിയിൽ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ BJP-യുടെ അഴിമതിയെ എതിർക്കുന്നത്, അവരുടെ ഈ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് ഭരണ സംവിധാനത്തെ എതിർക്കുന്നത് ഞങ്ങൾക്ക് അതിനുള്ള ആർജവം ഇടതുപക്ഷത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ എണ്ണം എത്രയുള്ളതല്ല പാർലമെന്റിൽ, മറിച്ച് ഞങ്ങളുടെ നിലപാടിന്റെ ശരി തന്നെയാണ്, അതിന്റെ കരുത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് ഇപ്പൊ യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഈ 80-കൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം ഈ ജീർണിച്ച അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അപ്പോഴെല്ലാം ഉയർന്നു വന്ന ഒരു അഴിമതി കേസിലും, സമാനമായ ഒരു അഴിമതി കേസിലും ഇടതുപക്ഷത്തിന്റെ ഒരാളും, അന്ന് ഇന്നത്തേതുപോലെ മെലിഞ്ഞ ഇടതുപക്ഷം കൂടി ആയിരുന്നില്ല പാർലമെന്റിൽ. അതെ, ആ കരുത്തുണ്ടായിരുന്നു. അത് മാത്രമല്ല, സുർജിത്തിന്റെ ഒക്കെ കാലഘട്ടം വരെ വളരെ കരുത്തോടു കൂടിയുള്ള ആ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം രാജ്യത്തെ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് പോലും ആ അർത്ഥത്തിൽ അഴിമതിരഹിതമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ബഹുസ്ഫുരണങ്ങളൊക്കെ നാം കണ്ടതാണ് രാജ്യത്ത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ കെട്ടുപോയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പേരിലുള്ള ഈ പ്രതിഷേധങ്ങളുടെ ഈ അവകാശം കോൺഗ്രസിനില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ പേരിലുള്ള ഈ പ്രതിഷേധങ്ങൾ, പക്ഷേ ഇത് ദുർബലമാകുന്ന ഈ പ്രതിഷേധങ്ങളിൽ മോദി സർക്കാർ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോലും ഈ ഭരണകൂടം ദുർബലമായിട്ട് പോലും, കാരണം സ്വന്തമായി സീറ്റില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും അവരിത് തുടരുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാകും എന്നുള്ളതാണ് പ്രതിപക്ഷം കാണുന്ന ദീർഘമായ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഇടതുപക്ഷം. ചുരുക്കി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പാർലമെന്റിനകത്തും പുറത്തും പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പാർലമെന്റിനകത്ത് ഈ സംവിധാനത്തിന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ സഭാധ്യക്ഷന്മാരുടെ നിയന്ത്രണങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ ചില ഇടപെടലുകൾ, അത് ചിലപ്പോ ആ പ്രതിഷേധത്തെ ഒരു തീപ്പന്തമാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കും. എന്നാൽ പാർലമെന്റിന് പുറത്ത് നമുക്ക് അതിശക്തമായ മുന്നേറ്റം, ആ പാർലമെന്റിന് പുറത്തുള്ള മുന്നേറ്റം അങ്ങനെ ശരിയായ നിലയിൽ ജനാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ വൻ ശക്തിയായിട്ട് മാറാൻ കഴിയും. BJPക്ക് തിരിച്ചടി നൽകാൻ കഴിയും എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അനുഭവമാണ്. ഹരിയാനയും മഹാരാഷ്ട്രയും ഒഴിച്ചുള്ള ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് ശരിയായ നിലയിൽ
ഇന്ത്യ കൂട്ടായ്മ കുറെ കൂടി കരുത്താർജിച്ച് എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും നമ്മുടെ സംയുക്ത കിസാൻ മോർച്ച പോലെ ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വമ്പിച്ച ജനകീയ മുന്നേറ്റം ഈ അർദ്ധ ഫാഷിസ്റ്റ് വാഴ്ചക്കെതിരെ രാജ്യത്ത് ഉയർന്നു വരണം. തീർച്ചയായും അത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ആ രാഷ്ട്രീയം. അതോടൊത്തു നിൽക്കുന്ന രീതിയിലേക്ക് എല്ലാ അർത്ഥത്തിലും വികസിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാടോ അല്ലെങ്കിൽ മൃദു വർഗീയ ന്യൂനപക്ഷ പ്രീണനങ്ങളോ ഒന്നുമല്ല, മറിച്ച് രാഷ്ട്രീയത്തെയും ജനത്തെയും ജനതയുടെ പ്രശ്നത്തെയും കാണുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി എന്നാണ് VPP മുസ്തഫ എന്ന CPIM നേതാവ് നിരീക്ഷിക്കുന്നത്, മുമ്പോട്ട് വെക്കുന്നത്. എന്തായിരുന്നാലും പാർലമെൻറ്റിലെ ഈ പ്രതിഷേധം പാർലമെൻറ്റിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ സൂചന കൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള അനാസ്ഥയ്ക്ക്, അവഗണനയ്ക്ക്, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ക്രോണി ക്യാപിറ്റലിസത്തിന്, ചെങ്ങാത്ത മുതലാളിത്തത്തിന് അടക്കമെതിരെ എന്നുള്ളതാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് രൂപപ്പെടുത്താനാവുന്നത്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്.